നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിൽ സരിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ തമ്പാനൂർ രവിക്കെതിരെ കേസെടുക്കണമെന്ന VS അച്യുതാനന്ദന്റെ ഹർജിയിൽ നിയമോപദേശം തേടിയ ശേഷം നടപടി സ്വീകരിക്കുമെന്ന് DGP അറിയിച്ചു. ഇക്കാര്യത്തിൽ നടപടി വേണ്ടതില്ല എന്നാണ് തിരുവനന്തപുരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ DGPക്ക് നൽകിയിട്ടുള്ള നിയമോപദേശം. സോളാർ ജുഡീഷ്യൽ കമ്മീഷനിൽ മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സരിത എസ് നായരെ തമ്പാനൂർ രവി സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ ശബ്ദരേഖ റിപ്പോർട്ടറായിരുന്നു പുറത്തുവിട്ടത്. ഈ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ തമ്പാനൂർ രവിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നൽകിയ പരാതി DGP മധ്യമേഖല DIGക്ക് കൈമാറി. ഇതിന്മേൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T ആസിഫ് അലിയോട് DIG നിയമോപദേശം തേടിയിരിക്കുകയാണ്. എന്നാൽ തിരുവനന്തപുരം സ്വദേശി PK രാജു DGPക്ക് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. DGP കന്റോൺമെന്റ് ACക്ക് കൈമാറിയ പരാതിയിന്മേൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം തേടിയിരുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ശബ്ദരേഖ ആരോപണം സാധൂകരിക്കാനുള്ള തെളിവായി കണക്കാക്കാനാകില്ലെന്നാണ് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ ACക്ക് നിയമോപദേശം നൽകിയത്. അതുകൊണ്ട് PK രാജു നൽകിയ പരാതിയിന്മേൽ തമ്പാനൂർ രവിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് പോലീസ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയം ചർച്ച ചെയ്യുന്നു ബിഗ് സ്റ്റോറി. ഉദയഭാനു, മുതിർന്ന അഭിഭാഷകൻ പ്രവീൺ പരമേശ്വരൻ, ഇടത് സഹയാത്രികനും അഭിഭാഷകനും ശ്രീ ഷഫീർ KPC മീഡിയ സെൽ അംഗം എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ പ്രവീൺ, ഇത് പ്രഥമദൃഷ്ട്യാ കേസെടുക്കാൻ പോലീസിന് കഴിയുന്ന ഒരു കുറ്റാരോപണമാണോ, അതോ ഇതിൽ ആഴത്തിൽ ഇഴമുറിച്ചു പരിശോധന നടത്തേണ്ടുന്ന ഒരു വിഷയമാണോ? നിഷാദേ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു വ്യാപാരം അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങുവാൻ ശ്രമിക്കുന്ന ടീം സോളാറും അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന സരിത എസ് നായർ എന്ന ഒരു സ്ത്രീയും, ഈ സ്ത്രീക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിലുള്ള ജോപ്പൻ, ജിക്കുമോൻ, സലീം രാജ് മുതലായ ആൾക്കാരുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് അവിതർക്കിതവും ഓൾറെഡി പ്രൂവണുമായിട്ടുള്ള മാറ്ററാണ്. ഇനി ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള ഒരു എൻക്വയറിയാണ് ജുഡീഷ്യൽ കമ്മീഷനിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായ എൻക്വയറി നടക്കണമെങ്കിൽ ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ലാത്ത സ്വതന്ത്രമായ രീതിയിൽ സത്യസന്ധമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ, കുക്ഡപ്പ് അല്ലാത്ത അഭിപ്രായങ്ങൾ സരിത എസ് നായരിൽ നിന്നും കിട്ടണം. അപ്പോൾ മാത്രമേ വ്യക്തമായിട്ടുള്ള ഒരു ഔട്ട്കം ആ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ സിറ്റിംഗ് കൊണ്ട് ഉണ്ടാവത്തുള്ളൂ, അല്ലേ? ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കേണ്ടത് ആർക്കെതിരെയാണോ മൊഴി കൊടുക്കേണ്ടത് ആ ആളുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാളും മൊഴി കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരാളും തമ്മിൽ എന്തു പറയണം എന്നുള്ള വിഷയത്തിൽ ഒരു കൺഫർമേഷൻ എടുക്കുന്നു. തമ്പാനൂർ രവിയാണ് പറഞ്ഞു പഠിപ്പിച്ചത് എന്നുള്ള ആരോപണം ഞാൻ പറയുന്നില്ല. ഒരു കൺഫർമേഷൻ എടുക്കുന്നു, ഇതാണോ നിങ്ങൾ പറയാൻ പോകുന്നത് എന്നുള്ളത്. ഈ കൺഫർമേഷൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി എന്താണ്? ചെറുതോ വലുതോ ആയ പോസിബിലിറ്റി ആകട്ടെ, പോസിബിലിറ്റി എന്താണ്? ഇതിനു മുമ്പ് ഇവർ തമ്മിൽ ഒരു ചർച്ച നടക്കുകയും ഇതാണ് പറയേണ്ടത് എന്നുള്ള ഒരു കൺഫർമേഷനിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ആ പോസിബിലിറ്റി. ആ പോസിബിലിറ്റി അവിടെ തെളിയിക്കപ്പെടണമെങ്കിൽ, പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അതൊരു വലിയ ക്രൈമാണ്, അല്ലേ? ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ രണ്ട് അന്വേഷണങ്ങൾ വേണം. ഏതെങ്കിലും ഒന്നുകിൽ ഇത് പറഞ്ഞ തമ്പാനൂർ രവിക്കെതിരായി അന്വേഷണം നടത്തണം, അതല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ് കുക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സരിത എസ് നായർക്കെതിരെ അന്വേഷണം നടത്തണം. ഇതിൽ ഏതെങ്കിലും ഒരു അന്വേഷണം കൊണ്ടല്ലേ അത് പുറത്തു വരത്തുള്ളൂ. അപ്പോൾ അത് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ തമ്പാനൂർ രവിക്കെതിരെ അന്വേഷണം നടത്തണം. ഇനി അതിന് പ്രഥമദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ ഈ കാര്യങ്ങൾ കുക്കപ്പ് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് സരിതയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ശ്രീമതി സരിത നായർക്കെതിരായിട്ടൊരു അന്വേഷണം നടത്തണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നല്ലേ ചെയ്യേണ്ടത്. ഉദയഭാനു, ഇക്കാര്യത്തിൽ വിശദമായ നിയമപരമായ പരിശോധനയ്ക്ക് ശേഷം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ത് നിയമോപദേശം നൽകുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂവെന്നാണ് DGPയുടെ നിലപാട്. ആ തരത്തിൽ ആഴത്തിലുള്ള പരിശോധന ആവശ്യമുള്ള വിഷയമാണോ ഇത്? അതോ സോളാർ കമ്മീഷനിൽ അന്വേഷണം നടക്കുമ്പോൾ അതിലെങ്ങനെ അന്വേഷണം പോകണമെന്ന് നേരത്തെ തീരുമാനിക്കും വിധം ഈ തരത്തിൽ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച ഒരു കാര്യത്തിൽ പോലീസിന് പ്രഥമദൃഷ്ട്യാ നിയമപരമായി ഇടപെടാൻ കഴിയാവുന്നതേ ഉള്ളോ? ഇതിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ ഒരു നിയമോപദേശം കാത്തിരുന്ന് കേസെടുക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ഇത് പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. സോളാർ കമ്മീഷനിൽ മൊഴി കൊടുക്കാനായിട്ട് ബാധ്യതപ്പെട്ട സരിത എന്ന സ്ത്രീയെ അവരുടെ ഫോണിൽ വിളിച്ച്, അല്ലെങ്കിൽ അവർ ഫോണിൽ വിളിച്ച സമയത്ത് അവരോട് ഇപ്രകാരമാണ് മൊഴി കൊടുക്കേണ്ടത്, മൊഴി പറയേണ്ട കാര്യങ്ങൾ, അനുകൂലമാക്കേണ്ട സാഹചര്യങ്ങൾ, അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അത് പ്രേരിപ്പിക്കുകയാണ്. ഇല്ല എന്നെങ്കിൽ ഭവിഷ്യത്ത് ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന കൊടുക്കുന്ന നിലയ്ക്ക് ഒരു മൊഴി കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് കരണീയമായിട്ടുള്ളത് അതനുസരിച്ച് മൊഴി കൊടുക്കുക
മാത്രമാണ്. അതിന്റെ അർത്ഥം ഇന്ത്യൻ ശിക്ഷാ നിയമം 195 ക്യാപിറ്റൽ എ പ്രകാരമുള്ള ഒരു കുറ്റകൃത്യമാണ് ഇതിൽ വെളിവാകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസിന് നേരിട്ടെടുക്കാവുന്ന ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ ഇത് തീർച്ചയായിട്ടും പോലീസിന് എടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഇത് ശ്രീ തമ്പാനൂർ രവി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമില്ലല്ലോ. അദ്ദേഹം ഒരു മൗത്ത് പീസ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രേരിപ്പിക്കുന്നത്. മറ്റൊരാൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഭരണം കൈയാളുന്ന ഉത്തരവാദിത്ത ചുമതലയുള്ള ഒരാളെങ്കിലും ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ആ അദ്ദേഹം തമ്പാനൂർ രവിയെ പ്രേരിപ്പിച്ച് ഇപ്രകാരം ശ്രീമതി സരിതയെ കൊണ്ട് സോളാർ കമ്മീഷൻ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആള്, ആ ആളാരാണോ അവരെ കൂടി ഒരു ഗൂഢാലോചനയിൽ പങ്കാളിത്തം എന്ന നിലയ്ക്ക് ഉൾപ്പെടുത്തി കേസെടുക്കാവുന്നവരുടെ പോലീസിന് അതിന് വിദഗ്ധമായിട്ടൊരു നിയമോപദേശം കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നതാണ് BRM ഷഫീർ, KPC മീഡിയ സെല്ലംഗം. ഷഫീർ, ഇക്കാര്യത്തിൽ എല്ലാ കാര്യവും അന്വേഷിക്കാൻ ആ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കിയാണ് ഈ കേസ് ജുഡീഷ്യൽ അന്വേഷണത്തിന് വിട്ടത് എന്ന് ഉമ്മൻചാണ്ടി പലതവണ ആവർത്തിക്കുന്നു. പക്ഷേ അന്വേഷണം എങ്ങനെ പോകണം, സാക്ഷികൾ എങ്ങനെ മൊഴി നൽകണം എന്ന കാര്യത്തിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധുക്കൾ ഇത്തരം ഇടപെടൽ നടത്തുന്നുവെന്ന് സമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ഈ ടെലിഫോൺ റെക്കോർഡുകൾ പുറത്തു വരുന്നത് വഴി. അത് പുറത്തു വന്നതിന് ശേഷം അതിൽ കുറ്റകൃത്യം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയും പോലീസ് ഉരുണ്ട് കളിക്കുകയാണ്. പ്രഥമ ദൃഷ്ട്യാ ഇടപെടാൻ കഴിയുന്ന കാര്യത്തിൽ നിയമോപദേശം തേടുന്നു, അത് കാത്തിരിക്കണം, അതിനുശേഷം മാത്രമേ ഇടപെടാൻ കഴിയൂ എന്നൊക്കെയുള്ള വാദം എല്ലാ മേഖലയിലും ഈ വിഷയത്തിൽ ഒത്തുകളി നടക്കുന്നു എന്നത് ബോധ്യപ്പെടുത്തുന്നില്ലേ? ബഹുമാനപ്പെട്ട പ്രമുഖ അഭിഭാഷകനായ ശ്രീ ഉദയഭാനു സാർ പറഞ്ഞതിൽ 195A എന്ന് പറയുന്ന IPC ഈ കേസിൽ ബാധകമാവുകയില്ല. കാരണം എന്താണെന്നറിയോ? ഇതിനകത്ത് സരിതയും ബഹുമാനായ ശ്രീ തമ്പാനൂർ രവിയും തമ്മിൽ നടത്തിയെന്ന് പറയപ്പെടുന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ നിഷാദ് ഒന്ന് ഓടിച്ച് നോക്കണം, ഉണ്ടെങ്കിൽ നോക്കണം. അതിനകത്ത് എവിടെയെങ്കിലും സരിത എസ് നായർ നിങ്ങൾ സോളാർ കമ്മീഷനിൽ മൊഴി കൊടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരായി ഇന്നത് ചെയ്യും എന്നൊരു വാക്കില്ല. 2, ഇങ്ങനെ മൊഴി കൊടുത്താൽ ഇന്ന പ്രതിഫലങ്ങൾ നൽകാം എന്നൊരു സൂചന അതിനകത്തില്ല. 3, ഇങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ക്രിമിനൽ ഇന്റിമിഡേഷൻ അതിനകത്തില്ല. ഈ 195 വകുപ്പ് വരണമെങ്കിൽ ഒന്നുകിൽ അതിനകത്തൊരു സ്വാധീനമുണ്ടാകണം, 2 അതിനകത്ത് ഒരു പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെടണം, അതല്ലെങ്കിൽ ഒരു ഭീഷണി ഉണ്ടാകണം, ഒരു സാക്ഷിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുണ്ടാകണം. ഞാൻ ആ സംഭാഷണത്തിൽ ഉടനീളം ഞാനൊന്ന് ഓടിച്ചു പോയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ചോദ്യങ്ങൾക്ക് വളരെ നന്നായിട്ട് തമ്പാനൂർ പറഞ്ഞതായിട്ടുള്ള ഒരു ആഡിയോയുടെ ഇതാണ് ഞാൻ പറയുന്നത്. ചോദ്യങ്ങൾക്ക് വളരെ നന്നായി പറയാൻ കഴിയണം. അതിലെന്താണ് ഇന്റിമിഡേഷൻ? കുഴപ്പിക്കുന്നത് ബിജു രാധാകൃഷ്ണനാണ്, മാതൃഭൂമി പത്രമൊക്കെ ഒന്ന് നോക്കണം, കണ്ടത് അത് കഴിഞ്ഞ് മറ്റേത് നിർത്തിക്കോണം, റോഷനോട് കൂടി ചോദിക്കണേ എന്നാണ്. ഇതാണ് വാചകം. ഇതിലെവിടെയാണ് നിഷാദേ സരിതയെ നീ ഇതുപോലെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി സോളാർ കമ്മീഷനിൽ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരിക എന്നൊരു വാചകം അതിനകത്തില്ല. അങ്ങനെയില്ല എന്ന് താങ്കൾക്ക് വാദിക്കാൻ കഴിയും. പക്ഷേ ഷഫീർ, ഇക്കാര്യത്തിൽ മാതൃഭൂമി പത്രം നന്നായി വായിച്ചുകൊള്ളണം. മുഖ്യമന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണ് നേരത്തെ എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ അഭിഭാഷകനോട് കൂടി ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതിന് വിരുദ്ധമായി ഒന്നും പറയരുത് എന്ന സന്ദേശം അതിലുണ്ട് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. താങ്കൾക്ക് ഈ വാചകങ്ങൾ വായിച്ച് സാങ്കേതികമായി സമർത്ഥിക്കാൻ ശ്രമിക്കാം എന്നതിനപ്പുറത്തേക്ക് പത്രം വായിക്കൂ, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കൂ, അത് 3 തവണയെ കണ്ടുള്ളൂ എന്ന് പറയണം. 2 തവണ ഈ തരത്തിൽ ഔദ്യോഗിക വസതിയിൽ വെച്ച് കണ്ടു, 1 തവണ മറ്റേ സ്റ്റേജിൽ വെച്ച് കണ്ടു. ഇങ്ങനെ പറയാവൂ എന്ന് സ്വതന്ത്രമായി നിങ്ങൾക്ക് എന്തും പറയാമെന്നൊന്നും അല്ലല്ലോ അദ്ദേഹം അവരോട് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് പിന്നെ എങ്ങനെയാണ് ഒരു നിലയ്ക്കും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയണം എന്ന സന്ദേശം കൃത്യമായി കൈമാറിയിട്ടുണ്ട്. ഈ ടെലിഫോൺ സംഭാഷണത്തിൽ ഒരിടത്തും തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മൊഴി കൊടുക്കണം എന്നുള്ള രീതിയിലില്ല. ആ ടെലിഫോൺ സംഭാഷണം പരിശോധിക്കുന്നവർക്കറിയാം വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണത്തിന് അപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ ഇന്റിമിഡേഷൻ വരത്തക്ക തരത്തിൽ 195A വരത്തക്ക തരത്തിലുള്ള ഒരു ഇൻഗ്രീഡിയൻസും ആ വാചകങ്ങളിലില്ല. വളരെ സൗഹാർദ്ദമായി സരിത വിളിക്കുന്നു, ഫോൺ അറ്റൻഡ് ചെയ്യുന്നു, മൊഴി കൊടുക്കാൻ പോകണമെന്ന് പറയുന്നു, സേഫായി മൊഴി കൊടുക്കണമെന്ന് പറയുന്നു. അത് സരിതയുടെ സേഫാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചുകൂടെ? ഇതിനകത്ത് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാചകം, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പിൻ പോയിന്റ് ഒന്നുപോലും അതിനകത്തില്ല. പ്രവീൺ അതിനുള്ള മറുപടി പറയോ? വളരെ സേഫായി മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ സരിതയ്ക്ക് കൂടി സേഫായ മറുപടി കൊടുത്തുകൊള്ളുന്ന വിശാല മനസ്കതയ്ക്ക് അപ്പുറത്തേക്ക് അതിലൊന്നുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ DGPക്ക് അത് ആഴത്തിൽ പരിശോധിക്കേണ്ടി വരും. അല്ലാതെ വെറുതെ കയറി കേസെടുക്കാൻ കഴിയുന്ന പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുന്ന ഒരു കുറ്റകൃത്യവും അതിലില്ല എന്നാണ്. നിഷ, ചോദ്യം എന്നോടാണോ? അതെ അതെ, ചോദ്യം എന്നോട്.
ചോദ്യം എന്നോടാണ്. പ്രവീണിനോട് ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ശ്രീ ഷഫീർ ഇവിടെ പറഞ്ഞ 4 വാക്കുകൾ: സ്വാധീനം, പ്രതിഫലം, ഭീഷണി, സമ്മർദ്ദം. ഇതിലൊന്നും ആ ടേപ്പിൽ ഇല്ല എന്ന് തന്നെ കരുതിക്കോളൂ. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ശരി ഇല്ല 2 പോയിന്റുകൾ മാത്രം. ഒന്ന്, ഞാൻ പറഞ്ഞത് എന്താണ്, ഇതിനു മുമ്പ് ഇവർ തമ്മിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭാഷണത്തിൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടായിരിക്കുകയും അതിന്റെ കൺഫർമേഷൻ കോളായിട്ട് ഈ കോള് വരികയും ചെയ്യുക എന്ന പോസിബിലിറ്റി അവിടെ ഇല്ലേ? ആ പോസിബിലിറ്റി വീഡ് ഔട്ട് ചെയ്യപ്പെടണ്ടേ? അത് വീഡ് ഔട്ട് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ അന്വേഷണം ഉണ്ടാകണ്ടേ? ഇനി 1. 2, ഇതിനൊന്നും അല്ലെങ്കിൽ തമ്പാനൂർ രവിയും സരിത എസ് നായരും എന്താ ഒരേ ക്ലാസ്സിൽ പഠിച്ച സുഹൃത്തുക്കളാണോ? അതോ ഇവരെന്താ അയൽക്കാരാണോ? ഇവരെന്താ ബന്ധുക്കളാണോ? ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ തമ്പാനൂർ രവി സരിത എന്തിനു വിളിച്ചു? ഇത് പറഞ്ഞു പഠിപ്പിക്കാനും ആത്മവീര്യം കൊടുക്കാനും തമ്പാനൂർ രവി എന്താ സരിതയുടെ മോട്ടിവേഷണൽ കോച്ചോ? ഷഫീർ ഇത് മാത്രം പറയും. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ കൺഫർമേഷനോ അല്ലെങ്കിൽ തമ്പാനൂർ രവി സരിതയെയോ സരിത തമ്പാനൂർ രവിയെയോ എന്തിനു വിളിച്ചു? എന്തിനീ കോൺവെർസേഷൻ? ഞാൻ അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ശ്രീ ഉദയഭാനു, താങ്കൾ എങ്ങനെ ആ മറുവാദത്തെ വിശദീകരിക്കാൻ ശ്രമിക്കും? കാരണം ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുക, എന്തെങ്കിലും ഓഫർ ചെയ്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുക തുടങ്ങി കുറ്റകൃത്യത്തിൻ്റെ വകുപ്പിൽപ്പെടുന്നതൊന്നും സാങ്കേതികമായി കണ്ടെടുക്കാൻ കഴിയാത്തത് കൊണ്ട് VS അച്യുതാനന്ദൻ്റെ അപേക്ഷ പരിഗണിക്കുമ്പോൾ വളരെ വിശദമായ പരിശോധന തന്നെ വേണ്ടിവരുന്നു എന്നതാണ് ഭരണപക്ഷത്തിൻ്റെ വാദം. കേവലം സാങ്കേതികമായി ഒരു കാസറ്റിനകത്ത് നിൽക്കുന്ന സംഭാഷണങ്ങൾക്ക് ഒതുങ്ങി നിന്ന് പോയാൽ ഒരു പക്ഷേ കേസെടുക്കാൻ പറ്റില്ല എന്ന് വാദിക്കാം. പക്ഷെ അവിടെ അതല്ലല്ലോ പ്രശ്നം. ഒരു കേവലം സംഭാഷണത്തിൽ, ഒരു കാസറ്റിൽ ഒതുങ്ങുന്ന സംഭാഷണത്തിൽ തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ അല്ല. അതിനു മുമ്പ് മോട്ടിവേഷൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ഭീഷണി ആവശ്യമുള്ള, പ്രേരണ ആവശ്യമുള്ള നിരവധി സംഭാഷണങ്ങൾ നടന്ന് കാണണം. ആ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇതിന്റെ ഉറവിട സ്രോതസ്സായ ശ്രീമതി സരിതയെ ചോദ്യം ചെയ്യണം. ശ്രീമതി സരിതയെ ചോദ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിന് മുൻപ് അവർ നടത്തിയ ഫോൺ സംഭാഷണങ്ങളാകട്ടെ, നേരിട്ടുള്ള സംഭാഷണങ്ങളാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, അതെല്ലാം തന്നെ ഈ കേസ് പരിശോധിക്കപ്പെടേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ഫോൺ സംഭാഷണത്തിൽ പുറമേക്ക് വന്നിട്ടുള്ള റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വസ്തുതകളിൽ ഈ പറയുന്ന സൗഹൃദത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് സമർത്ഥിക്കുക വഴി അതിന് മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൂടാ. അത് അനാവൃതമാക്കപ്പെടണം എന്നുള്ളതാണ്. പുറത്തുവരാത്ത വിവരങ്ങൾ കണ്ടെടുക്കാൻ ഇതേ ചുറ്റിപ്പറ്റി അന്വേഷണം അനിവാര്യമാണ് എന്ന നിലയ്ക്കാണ് ഇതിനെ കാണേണ്ടതെന്നാണ് ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ അബ്ദുൽ ഖാദർ. പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മുടെ സുഹൃത്തുക്കാരൊരു ഫയലൊക്കെ വെച്ച് സംസാരിക്കുന്ന കേട്ടു. പറയൂ വേഗം. ഫയലൊക്കെ വെച്ച് സംസാരിക്കുന്ന കേട്ടു. സാധാരണ ഒരു ജനത്തിന് മനസ്സിലാവില്ല ഇങ്ങനെ ഒരു ഫോണിൽ സംഭാഷണം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അതാണ് സാധാരണക്കാർക്ക് വേഗം ബോധ്യപ്പെടുന്ന കാര്യമാണ്. സാങ്കേതികത അവിടെ ആപ്ലിക്കബിൾ അല്ല എന്നാണ്. ഇതിന് മറുപടി പറയൂ ഷഫീർ. ഇക്കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം, ഈ തരത്തിലൊരു ടെലിഫോൺ സംഭാഷണം സരിത എസ് നായർ പുറത്തുവിടുന്നത് തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ വിഷയത്തിൽ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പൊതുസമൂഹത്തിന് സന്ദേശം നൽകാനാണ്. പലതവണ തമ്പാനൂർ രവി ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇത് കേവലമായ ഒരു കോളോ അതിനകത്തെ മുറിഞ്ഞു പോകുന്ന സംഭാഷണങ്ങളോ മാത്രമല്ല, അതേ ചുറ്റിപ്പറ്റി ഒരുപാട് വിവരങ്ങൾ സരിത വെളിപ്പെടുത്തിയതനുസരിച്ച് തന്നെ പുറത്തു വരാനുണ്ട്. അതുകൊണ്ട് ഈ വാചകങ്ങളെ മാത്രം കേന്ദ്രീകരിക്കാനാണ് പരിപാടിയെങ്കിൽ ഒരുപക്ഷെ കേസെടുക്കേണ്ടതില്ല എന്ന വാദം നിൽക്കുമായിരിക്കാം. പക്ഷേ ഇത് പുറത്തുവിട്ടുകൊണ്ട് സരിത എസ് നായർ പറയുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ തിരിച്ചറിയാൻ വിപുലമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. കാരണം സോളാർ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ എല്ലാം വിശാലമായി വിട്ടുകൊടുത്തുവെന്ന് പറയുകയും അവിടെ അന്വേഷണത്തെ ഈ തരത്തിൽ സ്വന്തം വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന വിമർശനത്തിന് സത്യം തെളിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലോ സാക്ഷിയെ സ്വാധീനിച്ചത് കൊണ്ട് എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്താൻ സോളാർ കമ്മീഷൻ നിലവിലുണ്ടല്ലോ. അദ്ദേഹം അത് ചെയ്തോട്ടെ. ഇവിടെ ഉദയഭാനു സാർ പറഞ്ഞത് ആകെ കൂടി ചെയ്യാൻ പറ്റുന്നത് IPC 195A മാത്രമാണ്. ഞാൻ പറയുന്നു ഇത് കേസെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ വായിക്കാം. ഹൂ എവർ ത്രെട്ടൻ അനദർ വിത്ത് എനി ഇഞ്ചുറി ടു ഹിസ് പേഴ്സൺ, റെപ്യൂട്ടേഷൻ ഓർ പ്രോപ്പർട്ടി ഓർ ടു ദ പേഴ്സൺ ടു ഗീവ് ഫാൾസ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഫാൾസ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കൊടുക്കുന്നതിന് വേണ്ടി ത്രെട്ടൺ ചെയ്യണം. അതല്ലെങ്കിൽ അവരെ ഇഞ്ചുറി, അവരുടെ പ്രോപ്പർട്ടിയെയോ അവരുടെ വ്യക്തിത്വത്തെയോ അവരുടെ റെപ്യൂട്ടേഷനെയോ ബാധിക്കത്തക്ക തരത്തിൽ ഒരു ഇഞ്ചുറി ഉണ്ടാക്കുമെന്ന് ത്രെട്ടൺ ചെയ്തിരിക്കണം. ഇവിടെ തമ്പാൻ രവിയുടെ വാചകങ്ങൾ
അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിലവിൽ നിൽക്കുന്ന വാചകങ്ങൾ, സരിത പുറത്തുവിട്ടിട്ടുള്ള തെളിവുകൾ, ഇതിലെവിടെയെങ്കിലും സരിതയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കത്തക്ക തരത്തിൽ, സരിതയുടെ പ്രോപ്പർട്ടിയെ ബാധിക്കത്തക്ക തരത്തിൽ, സരിത എന്ന വ്യക്തിയെ ബാധിക്കത്തക്ക തരത്തിൽ എന്തെങ്കിലും ഒരു ത്രെട്ടനിങ്ങോ ഇഞ്ചുറിയോ ഉണ്ടാക്കുന്ന തരത്തിൽ ഉണ്ടോ എങ്കിലും ഉദയഭാനു സാർ പറയട്ടെ. അതാണ്. പക്ഷേ ഷഫീർ, ഇക്കാര്യത്തിൽ നേരത്തെ പ്രവീൺ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സംഭാഷണം കേട്ടാൽ അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിച്ചത് പ്രകാരം ഈ തരത്തിലായിരിക്കുമല്ലോ മൊഴി കൊടുക്കുക എന്ന്, അല്ലെങ്കിൽ ഈ തരത്തിൽ പത്രത്തിൽ വന്നിട്ടുള്ള ലേഖനം മുഴുവൻ വായിച്ചു നോക്കി ഉറപ്പിക്കുമല്ലോ എന്ന്. 3 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി കമ്മീഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെ ആയിരിക്കുമല്ലോ നിങ്ങളും പറയുക എന്ന്. ആ തരത്തിൽ ഒരു ഉറപ്പിക്കലിൻ്റെ സ്വഭാവം ആ സംഭാഷണത്തിൽ എല്ലായിടത്തും നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഉറപ്പിക്കലുകളുടെ അവസാന ഘട്ടത്തിലേക്ക് പോകും മുൻപ് ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അക്കാര്യത്തിൽ സരിത തന്നെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വാധീനിക്കാൻ നിരവധി ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന്. ഒന്നുകിൽ നിങ്ങൾ കള്ളം പറയുന്നതിന്, ഈ തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നതിന് സരിതയ്ക്കെതിരെ കേസെടുക്കുകയോ അന്വേഷിക്കുകയോ വേണം. അത് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. അവർ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ തമ്പാനൂർ രവിക്കെതിരായ കേസിലും ആ തരത്തിൽ അന്വേഷണത്തിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. ഇത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ആ കേസിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ജനത്തിന് മുൻപിലുള്ള വലിയ സംശയം, അത് പരിഹരിക്കാൻ ഈ വാചകങ്ങൾ പിടിച്ചല്ലാതെ അതിനപ്പുറത്തേക്ക് ഉള്ള വിഷയത്തിലേക്ക് പോകാൻ ഉള്ള ആർജവം കാണിക്കണം. ഈ സരിത 16 തവണയാണ് മൊഴി മാറ്റി പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, ഇന്നലെ പുറത്തുവിട്ട തെളിവ് പ്രകാരമാണെങ്കിൽ AP അബ്ദുള്ളക്കുട്ടി തന്നെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് എത്ര വിശ്വസനീയമായിട്ടാണ് സരിത കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ അത് മാറ്റി പറഞ്ഞില്ലേ? അതിനുശേഷം അത്തരമൊരു കേസ് അപ്പോൾ ഉന്നയിക്കാനുണ്ടായ സാഹചര്യത്തിന് പിന്നിൽ തമ്പാനൂർ രവിയുടെ സമ്മർദ്ദമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതില്ലാത്തതാണ് എന്നവർ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സരിത ഓരോ തവണയും മൊഴി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാ. ഇതേ സരിതയല്ലേ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, തിരിച്ചു ചോദിക്കട്ടെ. ഇതേ സരിത പറഞ്ഞു, എന്നെ മുഖ്യമന്ത്രിക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മൊഴി കൊടുക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ EP ജയരാജൻ എനിക്ക് വാഗ്ദാനം ചെയ്തു. അതെന്താണ്? അതിനകത്ത് വരേണ്ടതല്ലേ? 2, KC വേണുഗോപാലിനെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്നോട് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സജി ചെറിയാൻ പണം വാഗ്ദാനം ചെയ്തു. അതിനകത്ത് വരണ്ടേ? ബിജു രാധാകൃഷ്ണന്റെ ഭാര്യ രശ്മിയെ കൊന്ന കേസിൽ FSL റിപ്പോർട്ട് തിരുത്താൻ സഹായിച്ചത് ഐഷ പോറ്റി MLA ആണ്. അതൊക്കെയാണ് ക്രിമിനൽ ഇന്റിമിഡേഷനും സാക്ഷിയെ സ്വാധീനിക്കലും ഒക്കെ നടന്നിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു, FSL റിപ്പോർട്ട് തിരുത്തിയത് ഇടതുപക്ഷത്തിന്റെ കാലത്ത്, 48 കേസുകളിൽ 14 കേസുകൾ ഒത്തുതീർപ്പാക്കിയത് ഇടതുപക്ഷത്തിന്റെ കാലത്ത്. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം 10 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായി മൊഴി കൊടുക്കാൻ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ കാലത്ത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, സരിതയുടെ മൊഴി വിശ്വസിച്ചുകൊണ്ട് ആരും ഇറങ്ങിത്തിരിക്കേണ്ട. സരിത എലഗൻസ് ബിനോയ് എന്ന് പറയപ്പെടുന്ന എറണാകുളത്തെ അങ്കമാലിയിലെ ബാർ ഹോട്ടലിൽ 6 ദിവസക്കാലത്തോളം അവിടെ താമസിച്ച് മൊഴി വിശദമായി പഠിക്കുകയും ആരോപണം ആവർത്തിക്കുകയാണ്. തോമസ് നിരപേക്ഷകൻ മുംബൈയിൽ നിന്ന്. തോമസ് പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? വേഗം. ഈ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന ആ സഹോദരനോട് പറ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഈ ഒരു കാര്യത്തിന് വേണ്ടി തൊലയ്ക്കാതെന്ന് പറ. അതാണ് താങ്കളുടെ അക്കാര്യത്തിലുള്ള അഭിപ്രായം. പ്രവീൺ, അതിനുള്ള മറുപടി എന്താണ്? സരിതയുടെ വിശ്വാസ്യത ഈ സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞതാണ്. അവർക്ക് വേണ്ടി വാദിക്കരുത്. അവർ പറയുന്ന കാര്യങ്ങളിന്മേൽ വിശദമായ അന്വേഷണം നടത്തി പോലീസിന് കളയാൻ സമയവും ഉണ്ടാവില്ല എന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഉമ്മൻചാണ്ടിക്കെതിരായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടും സോളാർ ഇഷ്യൂ ഉയർന്നു വന്ന സമയത്ത് 10,000-കണക്കിന് ആൾക്കാർ സമരം ചെയ്യേണ്ടി വന്നു ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ, അല്ലേ? അതിനുശേഷം ബാർക്കോഴയുടെ കേസ് വന്നപ്പോഴത്തേക്കും അന്വേഷണത്തിന് തയ്യാറല്ല, മറ്റു പല വിഷയങ്ങളിലും അന്വേഷണത്തിന് തയ്യാറല്ല. ഇതിനൊക്കെ ചാണ്ടി സാർ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ന്യായം എന്താണ്? തെളിവ് എവിടെ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോ യാതൊരു തെളിവും പുറത്തു വരാതെ പ്രതിപക്ഷവും സരിതയുമായിട്ടുള്ള ഗൂഢാലോചനയിലൂടെയാണ് ഈ കേസ് പുറത്തു വരുന്നത് എന്നുള്ള ഒരു വിഡ്ഢി ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ അന്വേഷിക്കാൻ സർക്കാർ തയ്യാർ. ഇതിനു മുമ്പ് നടന്ന ഒരു അന്വേഷണങ്ങളിലും തെളിവുണ്ടെങ്കിൽ മാത്രമേ അന്വേഷിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ സർക്കാർ ഈ വിഷയത്തിൽ ഒരു തെളിവും വേണ്ട, അന്വേഷിക്കാൻ തയ്യാറാണെന്ന് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നു. അതെന്തുകൊണ്ട്? 1. 2, ഇനിയും ശ്രീ ഷഫീർ ഉത്തരം പറയാത്തൊരു ചോദ്യമുണ്ട്. എന്തിന് ഇവർ തമ്മിൽ എന്താ ബാല്യകാല സഖികളെങ്ങാനുമായിരുന്നോ? എന്തിനു വേണ്ടിയിട്ട് തമ്പാനൂർ രവി സരിതയെ വിളിച്ചു? ഈ പറഞ്ഞ വിഷയത്തിന് വേണ്ടി അല്ലെങ്കിൽ? 2, ഇനി അടുത്ത് മൂന്നാമത്തെ മറ്റൊരു വിഷയം. ഈ വിഷയത്തിന് നമ്മൾ എടുക്കേണ്ടത് ഒരു വലിയ ടെറൈനിലാണ്. കാരണം തമ്പാനൂർ രവി സരിതയുമായി സംസാരിച്ചതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രങ്ങൾ വേറെ ഏതൊക്കെ സാക്ഷികളുമായിട്ട്, വേറെ ഏതൊക്കെ വ്യക്തികളുമായിട്ട്, പ്രതികളുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്രോഡർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടേ? അതിന് ഈ ഒരു സാഹചര്യം ഉപയോഗിക്കണ്ടേ? ഇനി 4, EP ജയരാജനോ സജി ചെറിയാനോ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതും അന്വേഷിക്കണമെന്നേ.
ഏതൊരു കേസിലെയും സാക്ഷിയെയോ പ്രതിയെയോ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം. അത് അന്വേഷിക്കേണ്ടത് ഈ സർക്കാരല്ലേ? അത് അന്വേഷിക്കേ. EP ജയരാജനെ പിടിച്ച് ജയിലിലടക്കേ. അദ്ദേഹം ചെയ്തിട്ട് തെറ്റാണെന്നുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജയിലിലടക്കേ, തൂക്കിക്കൊല്ലാൻ വിധിക്കേ. അതല്ലാതെ അതിനെ ഇവിടെ ഒരു സ്കാനറിന്റെ കീഴിൽ നിർത്താനൊന്നും നിങ്ങൾ ശ്രമിക്കേണ്ട. അത് നിങ്ങൾ അന്വേഷിക്കേ. അവിടെ ഒരു തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലേ ഇവിടെ ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടല്ലേ അവരിത് ചെയ്യേണ്ടത്? ഈ അന്വേഷണം നടന്ന് പരിപൂർണമായിട്ട് ഉമ്മൻചാണ്ടിയെ ഒരു സ്കാനറിന്റെ അടിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു അഗ്നിശുദ്ധി വരുത്തി പുറത്തു കൊണ്ടുവരാൻ എന്താ കോൺഗ്രസിന് ഒരു താല്പര്യമില്ല ഇക്കാര്യത്തിൽ? ഷഫീർ, എന്താണ് അതിനുള്ള മറുപടി? ഇക്കാര്യത്തിൽ നിങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നു 10 കോടി രൂപ വാഗ്ദാനം ചെയ്ത് EP ജയരാജൻ ഇക്കാര്യത്തിൽ സരിതയെ കൊണ്ട് സ്വന്തം താല്പര്യപ്രകാരം അല്ലാത്ത വിധം മൊഴി നൽകിക്കാൻ ശ്രമിച്ചുവെന്ന്. നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അന്വേഷിക്കാൻ പോലീസും ഭരണകൂടവും എല്ലാം നിങ്ങളുടെ കയ്യിലുമാണ്. എന്തുകൊണ്ട് ആ ആരോപണത്തിന് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല? സരിത പറഞ്ഞതുപോലെ 10 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് സരിത പറയുന്നു. പിറ്റേ ദിവസം സരിത മിണ്ടാതിരിക്കുന്നു. സരിത ആർക്കെങ്കിലും ആരോപണം ഉന്നയിക്കപ്പെടുന്നു, പിന്നീട് അത് മിണ്ടാതിരിക്കുന്നു, മാറ്റി പറയുന്നു. ഈ സരിത 16 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന സരിതയുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് കേരളത്തിൽ ആർക്കെങ്കിലും എതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ പറയുന്ന അങ്ങനെയാണല്ലോ. ഈ നിലയ്ക്ക് വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നിങ്ങളുടെ നിലപാട്. വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ നിലപാട്. അല്ലാതെ ഈ നിലയ്ക്ക് സരിത വെറുതെ പറയുന്നതാണ് എന്ന നിലയിലല്ലോ നിങ്ങൾ ഇപ്പോൾ ഇതിനെ പ്രചരിപ്പിക്കുന്നത്. ഷഫീർ, നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇടതുപക്ഷവും ബാർ മുതലാളിമാരും ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരം ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. അല്ലാതെ സരിത ആഴ്ചക്കാഴ്ച പറയുന്ന മൊഴിയൻ നിലയ്ക്ക് ലഘുവായല്ല EP ജയരാജന്റെ കേസും നിങ്ങൾ ഉന്നയിക്കുന്നത്. നിങ്ങൾ സീരിയസ് ആയി ആ വിഷയത്തെ എടുക്കുകയും സീരിയസ് ആയി ജനമധ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. ആ ആക്ഷേപം ഗൗരവതരമാണെന്ന് മനസ്സിലാക്കിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തുക എന്ന് പറയുകയും ചെയ്യുന്നു. അന്വേഷണം നടത്തണം, കണ്ടെത്തണം. അന്വേഷണം നടത്തണം, കണ്ടെത്തണം, അത് നടത്തുക തന്നെ ചെയ്യും. സോളാർ കമ്മീഷൻ കൂടി ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. സരിത വളരെ വ്യക്തമായി പറഞ്ഞു, ഇതിനകത്ത് EP ജയരാജൻ 10 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന് പറഞ്ഞു. ഇതുവരെയും സരിത ഈ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞത് തന്നെ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞാനിത് പറഞ്ഞത് നിഷേധിച്ചിട്ടില്ലല്ലോ. അന്വേഷിക്കേണ്ടതാരാ? ഞങ്ങളാണോ? സോളാർ കമ്മീഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം നേരത്തെ ഷഫീർ ചൂണ്ടിക്കാട്ടിയത് പ്രകാരം ഈ ടെലിഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം തിരുവനന്തപുരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ DGPക്ക് നൽകിയിട്ടുള്ള പ്രാഥമികമായ നിയമോപദേശം ഈ കാര്യത്തിൽ അന്വേഷണം അസാധ്യമാണ്, അത് വേണ്ട എന്നതാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ഇനി T ആസഫ് അലി, അദ്ദേഹമാണ് ഈ കാര്യത്തിൽ ഇനി നിയമോപദേശം നൽകാനുള്ള ആൾ. ഈ കാര്യത്തിൽ സെൻകുമാറിന് നൽകുന്ന നിയമോപദേശം അന്വേഷണം വേണ്ട കേസാണ്, ഇത് എന്നായിരിക്കുമെന്ന് കരുതാമോ? തീർച്ചയായിട്ടും ശ്രീ DGP ശ്രീ ആസഫ് അലി സാറിനെ ഭരണത്തിന്റെ ഒരു നിലനിൽപ്പ് അത് സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ബാധ്യതയുണ്ട്. നിയമപരമായി സത്യസന്ധമായിട്ടും റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ തന്നെയും. അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം കൊടുക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് DGP കൊടുത്ത അതേ ഒരു ഒപ്പീനിയൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ 195 ക്യാപിറ്റലെയാണ് കുറ്റകരമായിട്ടുള്ള പ്രവൃത്തി എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അടുത്ത വാചകത്തിൽ തന്നെ സൂചിപ്പിച്ചു, കുറ്റകരമായിട്ടൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രക്ഷപ്പെടലിൽ ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ള ആളുകൾ അവരാരൊക്കെയാണെന്ന് മനസ്സിലാക്കി ഈ അന്വേഷണം നടത്തിയാൽ ഇതെല്ലാം സത്യം തെളിയാവുന്നതേ ഉള്ളൂ. അത് ഒരിക്കലും ഇതുകൊണ്ട് അവസാനിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ 195 ക്യാപിറ്റലെ എന്നൊന്ന് സാങ്കേതികത്വത്തിൽ പിടിക്കുമ്പോൾ തന്നെ ഈ കാസറ്റിനകത്തുള്ള വെറും വാചകത്തിൽ നിൽക്കാതെ അതിന് മുൻപുണ്ടായ സാഹചര്യങ്ങൾ നോക്കണം, അതിനുശേഷമുള്ളത് നോക്കണം. അതിന് മുൻപ് ശ്രീ ആരോപണ വിധേയനായിട്ടുള്ള ശ്രീ തമ്പാനൂർ രവി ഈ കാര്യത്തിൽ ശ്രീമതി സരിതയുമായിട്ട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ പറഞ്ഞുറപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് കാസറ്റിൽ കേൾക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞുറപ്പിക്കാൻ ഇടയായ സംഭാഷണങ്ങൾ എന്തെല്ലാമാണോ അത് ഏതെല്ലാമാണെന്ന് ചോദ്യം ചെയ്യാൻ മാത്രമേ വഴിയാവുള്ളൂ. ഒരു കാസറ്റിലാണെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കാം. പക്ഷെ സംഭാഷണം ഒരാളുടെ മനസ്സിലുള്ള കാര്യമായതുകൊണ്ട് മൊഴിയിലൂടെ തന്നെ പുറത്തു വരണം. അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ്. പക്ഷേ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എസ് നായർ മൊഴി നൽകുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഏറ്റവും അപകടത്തിലാക്കിയത് തമ്പാനൂർ രവിയുടെ ഈ ഫോൺ സംഭാഷണമാണ്. മുഖ്യമന്ത്രി നിഷ്കളങ്കനും സരിത എന്ന നാഴികയ്ക്ക് 40 വട്ടം മൊഴി മാറ്റി പറയുന്ന സമൂഹം വിശ്വസിക്കാത്ത ആളെ സ്വാധീനിക്കേണ്ട ഒരു കാര്യവുമില്ലാത്ത ആളാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഈ തമ്പാനൂർ രവിയോട് നിങ്ങൾ എന്തിനാണ് ഈ വിഡ്ഢിത്തരം ചെയ്തതെന്ന് ചോദ്യമെങ്കിലും ചോദിക്കണമായിരുന്നു. പാർട്ടി തലത്തിൽ ഒരു നോട്ടീസെങ്കിലും കൊടുക്കണമായിരുന്നു. അതുപോലും ചെയ്യാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന, അദ്ദേഹത്തെ വേദനിപ്പിക്കാത്ത ഈ സർക്കാർ, ഈ പാർട്ടി ഇനിയിപ്പോൾ തമ്പാനൂർ രവിക്കെതിരായ അന്വേഷണത്തിൻ്റെ സാധ്യതകൾ തേടുമെന്ന് കരുതുന്നതല്ലേ മണ്ടത്തരം? തമ്പാനൂർ രവിക്കെതിരെയുള്ള അന്വേഷണം
പാർട്ടി തലത്തിലോ അല്ലെങ്കിൽ പോലീസ് തലത്തിലോ ഉപദേശപ്രകാരം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. CBS അച്യുതാനന്ദന് പോലും ഒരുപക്ഷെ ആ കാര്യത്തിൽ പ്രതീക്ഷ. പക്ഷേ പൊതുസമൂഹത്തിൽ ഈ കാര്യം ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിധേയമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന താല്പര്യമുള്ള ഏത് പൗരനും കോടതി മുമ്പാകെ സമീപിച്ചുകൊണ്ട് ഇതിനുള്ള ഗൂഢാലോചനയും ഈ പ്രകാരം നടത്തിയ പ്രവൃത്തി ശ്രീമതി സരിതയെ ഭീഷണിപ്പെടുത്താനോ വശംവദയാക്കാനോ അല്ലെങ്കിൽ പ്രേരിപ്പിക്കാനോ ഉള്ള സാഹചര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി മൊഴി കൊടുക്കുന്ന പക്ഷം ശ്രീമതി സരിതയുടെ സാക്ഷിമൊഴി കൂടി അതിലെടുപ്പിച്ച് ഒരു അന്വേഷണം നടത്താവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള അന്വേഷണത്തിൽ കുറ്റകൃത്യം അനാവരണം ചെയ്യപ്പെടും. തമ്പാനൂർ രവിക്ക് പ്രേരണ കൊടുത്തയാൾ, അദ്ദേഹവുമായിട്ട് ഗൂഢാലോചന നടത്തിയാൽ, അദ്ദേഹം ആർക്ക് വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത്, അവരുടെ എല്ലാം യഥാർത്ഥ ചിത്രം ഒരു അന്വേഷണത്തിലൂടെ കോടതിയിൽ നിന്ന് പുറത്തു വരാൻ സാധ്യതയുള്ളതാണ്. അതാണ് ബിഗ് സ്റ്റോറി അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.